പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതിനിടെ യുഎസിനോട് ഇടഞ്ഞ് ഇറാന്റെ പതനം പ്രതീക്ഷിക്കേണ്ട എന്ന് അമേരിക്കയ്ക്ക് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. അതേസമയം അടുത്തഘട്ട ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ എത്തും എന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാൻ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. വെടിനിർത്തലിന് ഇടയിലും ഇറാന്റെ കപ്പലുകൾക്ക് അമേരിക്ക നാവിക ഉപരോധം ഏർപ്പെടുത്തിയതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. പാക് പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റും തമ്മിലും പാക് ഇറാൻ വിദേശകാര്യമന്ത്രിമാർ തമ്മിലും പാകിസ്ഥാനിലെ ഇറാൻ അംബാസിഡർ എന്നിവരുമായുമൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം എത്തുമെന്ന് അറിയിച്ചെങ്കിലും ഇറാൻ ഇതുവരെയും അയഞ്ഞിട്ടില്ല. ഹോർമൂസിലെ നാവിക ഉപരോധം കുരുക്കാകുമെന്ന് പാകിസ്ഥാൻ അമേരിക്കയെ ധരിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസിൽ അമേരിക്ക തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ ഉടനടി തിരിച്ചടിക്ക് സജ്ജമായിരുന്നുവെന്നും ജീവനക്കാരും കുടുംബങ്ങളും കപ്പലിലുള്ളതിനാൽ ഒഴിവാക്കിയെന്നും ഇറാൻ പറഞ്ഞു. കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാന്റെ നിലപാട്. അമേരിക്കയുടേത് കടൽക്കൊള്ളയാണെന്നാണ് ഇറാന്റെ വിമർശനം. നാവിക ഉപരോധം നീക്കാതെ ഇറാൻ ചർച്ചയ്ക്ക് വഴങ്ങില്ല. ചെങ്കടൽ തീരത്തെ സൗദിയുടെ യാംബു തുറമുഖം ഉൾപ്പെടെ ഹോർമൂസിന് പുറത്തെ തുറമുഖങ്ങളും യുദ്ധമുഖമായി മാറ്റുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതിനിടെ ഇറാൻ നേതൃത്വത്തിലെ ഭിന്നതകൾ സംബന്ധിച്ചും വിവിധ റിപ്പോർട്ടുകളുമുണ്ട്. ഹോർമൂസ് തുറന്നതായി പ്രഖ്യാപനം നടത്തിയ ശേഷം പിന്നീട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ എക്സ് പേജിൽ 2 ദിവസമായി കുറിപ്പുകളില്ല. മറ്റു നേതാക്കളാണ് പ്രസ്താവനകൾ നടത്തുന്നത്. ചർച്ച നടന്നാലും വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടുകളിലേക്ക് ഇറാൻ നീങ്ങിയേക്കുമെന്ന സൂചനകൾ നൽകുന്നതാണിത്. ചർച്ചയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാനെ തകർത്തു കളയുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സൗദിക്ക് കൂടുതൽ ശക്തമായ സഹകരണം വാഗ്ദാനം ചെയ്തു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി സംസാരിച്ചു. അതേസമയം ഹോർമൂസിലെ നാവിക ഉപരോധം അവസാനിപ്പിച്ചാൽ മാത്രമേ രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ളൂ എന്ന് ഇറാൻ വ്യക്തമാക്കി. ഉപരോധം പിൻവലിക്കുന്നത് പരിഗണിക്കാമെന്ന് ട്രംപ് അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. ചരക്കു കപ്പലുകൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്ത അമേരിക്കൻ നടപടിയിൽ ഉടൻ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. മറ്റന്നാളാണ് വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നത്. ഇസ്ലാമാബാദ് ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ശ്രമം തുടരുകയാണ്. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് ഇരു കൂട്ടരെയും പ്രേരിപ്പിക്കുന്നത്. അതേസമയം ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രയേൽ തലസ്ഥാനമായ തെൽ അവീവിൽ മാത്രം സംഭവിച്ചത് വൻ നാശനഷ്ടങ്ങളെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും പതിച്ച് നഗരത്തിലെ 1000-ഓളം വീടുകൾ വാസയോഗ്യമല്ലാതായി തീർന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലേക്ക് ഇറാൻ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. തെൽ അവീവിന് പുറമെ സമീപ പ്രദേശങ്ങളായ രാമത് ഖാൻ, നൈബ്രാഗ് എന്നിവിടങ്ങളിലും മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അതേസമയം 40 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് ഏകദേശം $17.5 ബില്യൺ നഷ്ടമുണ്ടായി. യുദ്ധസമയത്ത് ഇസ്രായേൽ സമ്പദ്വ്യവസ്ഥ ഭാഗികമായി അടച്ചുപൂട്ടിയത് മൂലമുണ്ടായ നഷ്ടങ്ങളോ പുനർനിർമ്മാണ ചെലവുകളോ ഉൾപ്പെടുത്താത്ത കണക്കായിരുന്നു ഇത്. വസ്തുവകകൾ നശിച്ചതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 30,000-ഓളം അപേക്ഷകളാണ് ഇസ്രായേൽ ടാക്സ് അതോറിറ്റിക്ക് ലഭിച്ചതെന്ന് വിവിധ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 18,408 കെട്ടിടങ്ങളും 6,617 വാഹനങ്ങളും ഉൾപ്പെടുന്നു. കഴിഞ്ഞ ജൂണിൽ ഇറാനുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്കുള്ള നഷ്ടപരിഹാരമായി ഏകദേശം $753 ദശലക്ഷം ചിലവായതായി ഇസ്രായേലി സാമ്പത്തിക വെബ്സൈറ്റായ കാൽക്കലിസ്റ്റ് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 8-ന് താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും യുദ്ധം തകർത്ത സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണ്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ബിസിനസ് നഷ്ടങ്ങൾക്കുമുള്ള തുക കൂടി കണക്കിലെടുത്താൽ യുദ്ധത്തിന്റെ ആകെ ചിലവ് ഇനിയും ഉയരുമെന്നാണ് ധനമന്ത്രാലയം വിലയിരുത്തുന്നത്. ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങൾക്ക് ട്രംപ് കനത്ത ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെതിരായ ഹർജിയെ തുടർന്നാണ് ഈ വർഷം ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ട്രംപിന്റെ തീരുമാനം റദ്ദാക്കിയത്. ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട 1977-ലെ നിയമം ദുരുപയോഗം ചെയ്താണ് ട്രംപ് തീരുവ ഏർപ്പെടുത്തിയതെന്നും പ്രസിഡന്റിന് ഇതിനുള്ള അധികാരമില്ലെന്നും കോടതി വിധിച്ചിരുന്നു. അധികമായി ഈടാക്കിയ തീരുവ തിരികെ നൽകാനും ഉത്തരവിട്ടു. നികുതി വർധനവ് ബാധിച്ച പ്രമുഖ കമ്പനികളും ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളും നൽകിയ ഹർജിയിലാണ് യുഎസ് സുപ്രീം കോടതി വിധി പറഞ്ഞത്. ഇത് ട്രംപിന് കനത്ത തിരിച്ചടിയായിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി ഇന്ത്യയുമായി ഇടഞ്ഞ ട്രംപ് ഇന്ത്യക്കുമേൽ പകരച്ചുങ്കവും ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.